കഥ പറയലും പാട്ടുപാടലും അഭിനയവും ഒക്കെ വേണം കഥാപ്രസംഗത്തിന്. ഇതിനൊക്കെ പുറമെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അവതരിപ്പിച്ച കഥാപ്രസംഗം വിഷയങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ വേദിയിലെത്തി. 4 പിന്നണിക്കാരും കഥാപ്രസംഗം പറയുന്ന ഒരാളും. അതാണ് കഥാപ്രസംഗ മത്സരത്തിനുള്ള രീതി. പെൺകുട്ടികൾ ശ്രദ്ധേയ സാന്നിധ്യമായ കഥാപ്രസംഗ വേദിയിൽ ഏറ്റെടുത്ത വിഷയങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. MGയുടെ നിർമാല്യം സമകാലിക സാമൂഹിക രീതിയുടെ പരിച്ഛേദമായാണ് അവതരിപ്പിക്കപ്പെട്ടത്. മണിപ്പൂരിലെയും ശ്രീലങ്കയിലെയും കലാപങ്ങളും പ്രസംഗവേദിയെ സമ്പുഷ്ടമാക്കി. മണിപ്പൂരിലെ ഗോത്രഗ്രാമങ്ങളിൽ, പലസ്തീനിൽ, ഉക്രൈനിൽ, ജെറുസലേമിൽ, റഷ്യയിൽ എത്ര ജീവലതമാരുടെ കണ്ണുനീർ വീണിട്ടുണ്ടാവണം. സ്ത്രീ പ്രമേയങ്ങളും ധാരാളമെത്തി. ഇത്തരത്തിലുള്ള ഐറ്റംസ് എന്ന് പറയുന്ന ഒരു റേഞ്ച് അല്പം കൂടുതൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കായിരിക്കും. അങ്ങനെ കഴിവുള്ള ആൺകുട്ടികൾ ചിലപ്പോൾ തഴയപ്പെടുന്നതായിരിക്കാം. പെണ്ണെന്നത് കണ്ണീരിൻ കഥ മാത്രം പറയാനല്ലല്ലോ, പിന്നീടുക മാതാവും പ്രിയ പെങ്ങളും അവളല്ലോ. ഇരുൾമുറികിലടുപ്പിൻ വിറകിൽ എന്നു മെരിഞ്ഞിടാൻ ഇവളിൽ ഇനി പെണ്ണുണരട്ടെ അഗ്നിജ്വാലകളാ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.